will be done on earth as it is in heaven. You know what is the literal meaning of this passage? The literal meaning of this passage is simple. Your will, whatever you wish to happen, let it happen immediately. What you desire, make it happen. What you want us to do it immediately. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആത്മീയരായ നമ്മൾ ഉണ്ടാകുമോ? കർത്താവേ, അങ്ങയുടെ ഹിതം എന്തു തന്നെയാണെങ്കിലും അത് എപ്പോഴും സംഭവിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ there is a statement. What is a statement? As it is in heaven. സ്വർഗത്തിൽ എന്നതുപോലെ അങ്ങയുടെ ഹിതം ഭൂമിയിൽ നിവൃത്തിയാകണമേ. അതിന് വൈഡർ കോണ്ടസ്റ്റ് ഉണ്ടെങ്കിലും that's a personal context. What is a personal context? Lord, your will be done in my life. ആ സ്വർഗത്തിലെ ഹിതം തന്നെ, സ്വർഗത്തിലെ പ്ലാനുകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. And every day we have to pray this prayer. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നമ്മളിത് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ വിധം സ്വർഗത്തിലെ പോലെ എന്നിൽ നിവർത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. 10 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കർത്താവ് കേൾക്കുമായിരിക്കും. അപ്പൊ സ്വർഗത്തിലെ ഹിതം എന്താണ്? There is no two wills there, only one will. അത് ദൈവത്തിന്റെ ഹിതമാണ്. Why the heaven is the most happiest place in the cosmos, in the universe? Because in heaven only one will is being done, that is the will of God. രണ്ടാമതൊരു ഹിതം അവിടെ നടക്കുന്നില്ല, ഒറ്റ ഹിതമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്വർഗം അത്ര മനോഹാരിതമായിരിക്കുന്നത്, സ്വർഗം സന്തോഷപ്രദമായിരിക്കുന്ന കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഹിതം മാത്രം നടക്കുന്നു. So all the angels are before the throne of God to hear the commandment of God, to obey it. Michael, obey. Gabriel, I didn't call you Michael. Gabriel is ready to obey the commandment of God. Michael is ready to obey the commandment of God. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞറിയുവാനായിട്ട് അവർ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ സ്വർഗത്തിന്റെ 2 ഹിതം നടക്കുവാനുള്ള ശ്രമം നടന്നു. പക്ഷെ എന്ത് ചെയ്തു? ദൈവം അവരെ വെട്ടി താഴെയിട്ടു. One of the beings in heaven wanted to have a will other than the will of God, and what God did, he cut off. അവനെ വെട്ടി താഴെയിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരായിട്ട് ശബ്ദിക്കുവാൻ ആരും അവിടെയില്ല. കാരണം അവരെല്ലാം ജോയസ്ലി ആണ്, അവരെല്ലാം ആ ഹിതം അതേ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത്. And it is the complete will of God, and they are eager to obey the will of God. എല്ലായ്പ്പോഴും ആ ഹിതം നടപ്പാക്കേണ്ടതിനു വേണ്ടി സ്വർഗീയ ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ, thousands and thousands of millions of angels are there in heaven, and all the angels are waiting for God's will to be done in heaven. അപ്രകാരം അതല്ലാതെ ഒരു ഹിതം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യമായിരിക്കുന്നത്. ആ ഹിതം നമ്മളിൽ നടപ്പാകേണ്ടതിനായിട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള സ്വർഗത്തിലെ ഇഷ്ടങ്ങൾ നടപ്പാകേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന്. We may have our own will, but God has His own will, and we have to pray to the Lord, Lord, your will be done in my life, in every decision I take, in every step I make, in every thought I think. എൻ്റെ ചിന്ത എന്ത് തന്നെയാണെങ്കിലും അങ്ങയുടെ ഇഷ്ടം, എൻ്റെ വഴികൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങയുടെ വഴികൾ, എൻ്റെ തീരുമാനങ്ങളിൽ അങ്ങയുടെ തീരുമാനങ്ങൾ, എൻ്റെ വഴികളിൽ അങ്ങയുടെ വഴികൾ, എൻ്റെ ചിന്തകളിൽ അങ്ങയുടെ ചിന്തകൾ, അത് എൻ്റെ ജീവിതത്തിൽ നടപ്പാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ഭക്തന്മാരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. 40 verse 8,
I delight to do thy will, O my God. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ആനന്ദിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. When you analyze the whole ministry of Jesus Christ on the earth, it can be summarized in one statement. That was to do the will of his Father. The whole purpose of Jesus' life on the earth was to do the will of the Father. And he has made an important statement there. In John's Gospel 4 verse 34, there we read that to do the will of my Father is like eating the food. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം നടപ്പാകുന്നത് എനിക്ക് എന്റെ ആഹാരമാണ്. That is my spiritual food. If I do the will of my Father, even if I don't eat anything, I will be so happy because I am doing the will of my Father. Jesus says, more than eating food, I delight to do the will of my Father. The disciples went in search of food. And then when they came back, Jesus was full of enthusiasm and energy. അവൻ ക്ഷീണിതനായിട്ടൊന്നുമല്ല. അവരോട് പറയുകയാണ്, എനിക്ക് ആഹാരം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തെക്കാളെല്ലാം വലുത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. There is a choice before you. Tasty food before you and the will of your master. What you will choose? Of course, we will choose the will of our Father, right? No doubt. പക്ഷെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ, ആഹാരം കഴിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ദൈവത്തിന്റെ ഹിതം എന്നിൽ നിവർത്തിയാകുന്നത്. ദൈവത്തിന്റെ ഹിതം എന്നറിയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, when you realize that it is the will of God and you accomplish it, do you have the happiness more than having a tasty food? നിങ്ങൾ ഒരു ആഹാരം മെച്ചമായിട്ട് ആഹാരം കഴിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ whole being would be happy when you realize that you have accomplished a will of God in your life. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഹിതം ഞാൻ നടപ്പാക്കി നിവർത്തിയാക്കി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. Thank you Lord for helping me accomplish and do that thy will in my decision, in my way of my life. Thank you Lord for helping me, and I'm so joyous, I'm so rejoicing in the presence of the Lord because the Holy Spirit has enabled me to do the will in my life. അതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട് പ്രിയ സഹോദരങ്ങളെ? ആഹാരം കഴിക്കുന്നതിനേക്കാൾ മെച്ചമായ ദൈവത്തിന്റെ ഹിതത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ. Again, come on. യേശു പാപം ചെയ്തില്ല. യേശുവിനെ സംബന്ധിച്ചിട്ട് പാപം എന്തായിരുന്നു? നമ്മൾ ചെയ്യുന്ന പാപമൊന്നുമല്ലായിരിക്കും യേശുവിന്റെ പാപം. ഈ യേശു പാപം ചെയ്തിരുന്നുവെങ്കിൽ, he did not do any sin. യേശു പാപം ചെയ്യുക എന്ന് പറയുമ്പോൾ, if he had taken a step contrary to the will of his Father, that would be the sin that Jesus would commit. Suppose while Jesus was on the earth, he wanted to go to Rome. Okay, let me go to Rome. Have a trip to Rome. പാപമാണോ? പാപമല്ല. പക്ഷെ യേശുവിനെ സംബന്ധിച്ച് പാപമാണോ? പാപമായി. എന്താ കാര്യം?
യേശുവിനെ സംബന്ധിച്ച് ദൈവഹിതമില്ലാത്ത ഒരിടത്തേക്ക് യേശു പോകുകയായിരുന്നുവെങ്കിൽ അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ പാപമായിരുന്നു. Because he was there on the earth to fulfill the divine timetable, and everything was planned well in advance. Don't think that everything was planned after Jesus was born to this world. Well before, everything was planned there, and he was moving in each step knowing the will of the perfect will of his Father. അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും കർത്താവ് ചെയ്തില്ല, ഒരു സ്റ്റെപ്പ് പോലും കർത്താവ് വെച്ചില്ല എന്നുള്ളതാണ് ആ ഹിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, ഈ വചനം കേൾക്കുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തോട് കർത്താവേ, അങ്ങയുടെ ഹിതം എന്നെ നടപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വന്നാൽ അത് പാപമാണ്. ലോക മനുഷ്യർ പാപത്തെ കാണുന്നത് പോലല്ല ഞാനും നിങ്ങൾ പാപത്തെ കാണുന്നത്. If you are a mature child of God, growing in the maturity of your spirituality, don't see the sins as worldly people look at. ലോകം കാണുന്നത് പോലെയല്ല പാപത്തെ ഞാനും നിങ്ങളും കാണേണ്ടത്. ലോകം പാപമെന്ന് പറയുന്ന കൊലപാതകത്തെ ആയിരിക്കും. ലോകം പാപമെന്ന് പറയുന്നത് മോഷണത്തെ ആയിരിക്കും. ലോകം പാപമെന്ന് പറയുന്നത് വ്യഭിചാരത്തെ ആയിരിക്കും. അതൊന്നുമല്ല നമുക്ക് പാപം. അതൊക്കെ നമ്മൾ വിട്ടുപോയി. അത് ചെയ്യാത്ത ലോക മനുഷ്യരുണ്ട്, അത് ചെയ്യാത്ത സാൻമാർഗിക ജീവികളുണ്ട്, സാൻമാർഗിക മനുഷ്യരുണ്ട്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കില്ല. പെന്തക്കോസ്ത് ഹാളിൽ വരുന്നവരെക്കാൾ സാൻമാർഗികവും ധാർമ്മികമായി ജീവിക്കുന്ന ലോക മനുഷ്യരുണ്ട്.